എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ടു ഗോവയിലേക്കാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഫസ്റ്റത്തേത് പറഞ്ഞാൽ ട്രിവാൻഡ്രം ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ബുക്ക് ചെയ്തത്. അതായത് 3 days ആണ് ബുക്ക് ചെയ്തത്. 1040 rupees ആണ് വന്നത്. 9 hours and 25 minutes എടുക്കും ടോട്ടല്. അതായത് കാലിക്കറ്റ് ടു മഡ്ഗാവൺ. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ ദ ട്രീറ്റ് ഹോട്ടൽ ആണ് ബുക്ക് ചെയ്തത്. മഡ്ഗാവൺ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 1.6 kilometers ഉള്ളൂ, തൊട്ടടുത്താണ്. അപ്പോൾ അത് 3 star ഹോട്ടലാണ്. ഒരു ഡബിൾ ബെഡ് AC റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് 2 ദിവസത്തേക്ക്. അതിന് വന്നിരിക്കുന്ന ആകെ 1873 rupees ഉള്ളൂ. പറഞ്ഞാൽ 936 per day അത്രേ വന്നിട്ടുള്ളൂ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണെന്നാണ് അതിന്റെ റിവ്യൂലുള്ളത്. അപ്പം അത് ഷൂട്ട് ചെയ്യാം. പിന്നെയുള്ളത് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ദുദ്സാഗർ വാട്ടർഫാൾ. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് മൂവിയിൽ, ഷാരൂഖ് ഖാന്റെ മൂവിയിൽ ട്രെയിൻ ക്രോസ് ചെയ്യുമ്പോൾ ബാക്കിൽ വാട്ടർഫാളുള്ള ആ ഏരിയ. അപ്പൊ അതാണ് മൂന്നാമത്തെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ പറഞ്ഞാൽ നമ്മുടെ രാജധാനി എക്സ്പ്രസ്. നമുക്കറിയാലോ, ഈ വന്ദേ ഭാരത് വരുന്നതിന്റെ മുമ്പേ രാജധാനിയായിരുന്നു ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ഇന്ത്യൻ റെയിൽവേസിന്റെ. അത് വരുന്നത് വെച്ചാൽ മഡ്ഗാവിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്നത് ആകെ 8 മണിക്കൂർ 2 minutes ഉള്ളൂ. മുമ്പത്തേത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ 9 hours and 25 minutes എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം 1.5 മണിക്കൂർ കുറവാണ് രാജധാനിക്ക്. സൂപ്പർ ഫാസ്റ്റ് ആണ്. അത് വരുന്നത് വെച്ചാൽ ഡൽഹി, ഹസ്രത്ത് നിസാമുദ്ദീൻ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കാണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് മഡ്ഗാവിൽ നിന്ന് കാലിക്കറ്റിലേക്ക്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 0603 ഷൊർണൂർ കണ്ണൂർ ട്രെയിൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ട്രെയിൻ ഒരു 20 minutes ലേറ്റ് ആണ്. 6:45 എത്തുള്ളൂ. ഇപ്പോൾ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇങ്ങനെ സ്ലോലി വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 4ലാണ്. M1 ആണ് ആക്ച്വലി കോച്ച്. 16333 Varaval Express will arrive shortly on platform number 1. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 16333 വരാവൽ എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ട്രെയിൻ കോഴിക്കോട് സ്റ്റേഷൻ വിട്ടു. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുള്ള് എന്താ പറയുക, നൈറ്റാണ്, ഷൂട്ട് ചെയ്യാനുണ്ടാവില്ല. അപ്പം രാവിലെ കാണാം. അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ്. അപ്പം കോഴിക്കോട് സ്റ്റേഷൻ ബൈ. അപ്പോൾ ഗോവ എത്തി, മഡ്ഗാവൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കറക്റ്റ് 4 മണിക്ക് തന്നെ എത്തി. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇപ്പം ഇറങ്ങിയ ട്രെയിൻ ഇതാണ്. മഡ്ഗാവൺ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇവിടെ ഒരുപാട് ഓട്ടോ ഉണ്ട്. ഇവിടെ കാണുന്ന ബൈക്കുകൾ റെന്റിന് കിട്ടും. പെർ ഡേ 500 ആണ് പറയുന്നത്. 500 400 ഉണ്ട് പെർ ഡേ. പിന്നെ അവിടെ ടാക്സി സ്റ്റാൻഡാണ്. ഇനി ദുദ്സാഗർ വാട്ടർഫാൾ കാണാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് മഡ്ഗാവൺ റെയിൽവേ സ്റ്റേഷനിൽ 8 മണിക്ക് പാസഞ്ചർ ട്രെയിൻ ഉണ്ട് കുലം സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ദുദ്സാഗർ വാട്ടർഫാളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് പാസഞ്ചർ ട്രെയിൻ എന്ന് പറഞ്ഞത്, മഡ്ഗാവൺ ടു കുലം. ട്രെയിൻ ഫുള്ള് കാലിയാണ്, അത്ര ക്ലീനൊന്നുമല്ല. ഇവിടുന്ന് 1 hour ഉള്ളൂ അവിടേക്ക്. 1 hourൽ വരുന്നത് 50 kilometers ആണ്. അതിനാകെ 10 rupees വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കുലം റെയിൽവേ സ്റ്റേഷൻ. ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീപ്പ് സർവീസ് ഉണ്ട് ദുദ്സാഗർ വാട്ടർഫാളിലേക്ക് പോണ്. അപ്പോൾ ഇവിടെ ബുക്കിംഗ് ഓഫീസ് ഉണ്ട്. അപ്പോൾ പെർ ഹെഡ് 500 നേരത്തെ പറഞ്ഞ പോലെ.
അപ്പോൾ ഇവിടുന്ന് ജാക്കറ്റൊക്കെ കളത്തിട്ട് വേണം പോവാൻ. ബുക്ക് ചെയ്ത ആൾക്കാർ കംപ്ലീറ്റ് കൊടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ജീപ്പ് ഡ്രൈവർ ചലേ. അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഒരു 1/2 hour എടുക്കും, അതായത് വാട്ടർഫോളിൽ എത്താൻ. മഡ്ഗൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവാണ്, അതായത് റൂമിലേക്ക് തിരിച്ചു പോവാണ്. സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നു. ആ ലാസ്റ്റിൽ നമുക്ക് ആ ട്രെയിൻ കിട്ടി, അടിപൊളിയില്ല. ഗുഡ്സ് ട്രെയിൻ ആണെങ്കിലും വ്യൂ കിട്ടി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, ഇപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ഒരു ഹോട്ടലിൽ ഒരു 5 മിനിറ്റ് ഉള്ളൂ ഇവിടെ നടക്കാൻ. ഇപ്പോൾ ട്രെയിൻ ഓൺ ടൈമാണ്, 7:15 രാജധാനി എക്സ്പ്രസ്. അപ്പോൾ മഡ്ഗൗൺ സ്റ്റേഷൻ വിടുകയാണ്. അപ്പോൾ ബൈ ബൈ മഡ്ഗൗൺ സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് കോച്ച്, H2 ആണ്. അതിൽ A1 ആണ് റൂം നമ്പർ. ഓക്കെ, ഇതാണ് ക്യാബിൻ A. ക്യാബിൻ Aയിൽ 1 ആണ്. അപ്പം ഇതാണ് വരിക താഴെ, ലോവർ ബർത്ത്. ഇവിടെ ഒരു മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട്. രാജധാനി ഫസ്റ്റ് ക്ലാസ് AC ഫസ്റ്റ് ട്രിപ്പാണ്. അടിപൊളി ഫെസിലിറ്റിയാണ്, അതായത് അത്രത്തോളം സ്പേസ് ഉണ്ട്. 2841 റുപ്പീസാണ് വന്നത് ഇവിടുന്ന് മഡ്ഗൗണിന്ന് കാലിക്കറ്റിലേക്ക്. ഇത് ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യും. ഫാമിലിക്കൊക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ്. ടോട്ടൽ ഒരു കൂപ്പയിൽ 4 ബർത്താണുള്ളത്. ബാക്കി ഓൺ ദ വേയിൽ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ബ്രെഡ് ഓംലേറ്റ് ആണ് ഓർഡർ ചെയ്തത്. വേറെ വെജും ഉണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രഷ് മിൽക്ക് ഉണ്ട്, കോൺഫ്ലേക്സ് ഉണ്ട്, പിന്നെ ബട്ടർ, അങ്ങനത്തെയൊക്കെ. മഡ്ഗൗൺ വിട്ടതിന് ശേഷം ഫസ്റ്റത്തെ സ്റ്റേഷനാണ് കാർവാർ. ഇതിന് വളരെ സ്റ്റോപ്പുകൾ കുറവാണ്. ഇതാണ് കാർവാർ സ്റ്റേഷൻ. സെക്കൻഡ് സ്റ്റേഷൻ എത്തി, ഉടുപ്പി. ഇനി അടുത്തത് മംഗലാപുരമാണ്. അങ്ങനെ തേർഡ് സ്റ്റേഷൻ എത്തി, മാംഗ്ലൂർ ജംഗ്ഷൻ.
നമ്മളെ ലഞ്ച് വന്നു. റൈസ്, ചപ്പാത്തി, ചിക്കൻ കറി, ദാൽ കറി, പിന്നെ കോളിഫ്ലവറിൻ്റെ എന്തോ ഒരു ഇതുണ്ട്, പിന്നെ കേർഡ് ഉണ്ട്. ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ എത്തി. Thiruvananthapuram Central Rajdhani Superfast Express has arrived on platform number 5. ഇനി അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. അതിനുള്ളിലുള്ള ഒരുപാട് സ്റ്റേഷൻസൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോകും. പിന്നെ കണ്ണൂർ കഴിഞ്ഞാൽ കാലിക്കറ്റാണ് വരുന്നത്. ഈ സ്റ്റേഷൻ്റെ പേര് കൊട്ടിക്കുളം എന്നാണ്. പിന്നെ ഒരുപാട് സ്റ്റേഷൻസിൻ്റെ റിനോവേഷൻ നടക്കുന്നുണ്ട്, കാലിക്കറ്റ് അടക്കം. അപ്പോൾ കണ്ണൂർ സ്റ്റേഷനിലെത്തി. ഇനി അടുത്തതാണ് കാലിക്കറ്റ്. കണ്ണൂരിൽ നിന്നൊക്കെ ഒരുപാട് ട്രെയിനുണ്ട്. അപ്പം കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിനും, അതായത് ബാംഗ്ലൂരിലേക്ക്, എറണാകുളത്തേക്ക്, ട്രിവാൻഡ്രം ഒരുപാട് ട്രെയിൻ പോകുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ. അപ്പോൾ കോഴിക്കോട് സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രിവാൻഡ്രം ഇൻഡോർ എക്സ്പ്രസ്സിൽ മഡ്ഗാവിൽ ഇറങ്ങി. അവിടുന്ന് ട്രീറ്റ് ഹോട്ടൽ, പിന്നെ അത് കഴിഞ്ഞ് ദുദ്സാഗർ വാട്ടർഫോൾ, അവിടുന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. തിരിച്ച് രാജധാനീൻ്റെ ഫസ്റ്റ് ക്ലാസ് AC. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഫാമിലിയൊക്കെ ആയിട്ട് പോകാനും ഫ്രണ്ട്സായിട്ട് പോകാനൊക്കെ നല്ല അടിപൊളിയാണ് ആക്ച്വലി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും വേണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിപ്പോൾ ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ 3-4 കാര്യങ്ങൾ നല്ല എന്താ പറയുക സ്മൂത്തായിരിക്കണം. അതായത് ഫുഡ്, വാട്ടർ, ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ. ഈ 4 കാര്യങ്ങൾ ആക്ച്വലി നല്ല സ്മൂത്ത്, അധികം എഫേർട്ടൊന്നും ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തുന്ന ഡെസ്റ്റിനേഷൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടയേർഡായി അവിടെ എത്തി, ഫുഡ് ശരിയായില്ല. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് ടേക്ക് കെയർ ചെയ്യണം. എല്ലാവരും ടേക്ക് കെയർ ചെയ്ത് തന്നെയാണ്, ജസ്റ്റ് റിമൈൻഡറായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്മൂത്താക്കുന്ന രീതിയിലാണ് അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുമ്പം അങ്ങനെ ചെയ്യാറ്. അപ്പോൾ നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്തിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യുക. നമുക്ക് പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ്, പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണുക. അപ്പം നല്ല ട്രാവൽ പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ ലൈഫിൽ സ്ട്രെസ്സും പ്രഷറൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. വെസ്റ്റ് ഹിൽ സ്റ്റേഷൻ കഴിഞ്ഞു. 5 മിനിറ്റ് കൂടിയുള്ള കോഴിക്കോടേക്ക്. എല്ലാവരോടും ബൈ ബൈ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 0603 ഷൊർണൂർ കൺവോക്കേഷൻ ട്രെയിൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികർ कृपया ध्यान दें, गाड़ी संख्या 0603 ഷൊർണൂർ कन्वोकेशन ट्रेन थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आएगी.